അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം ഇന്ന് അതിൻ്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ആദ്യമായി സ്വാതന്ത്ര്യത്തിൻ്റെ ഈ സായാഹ്നത്തിൽ മുഴുവൻ ഇന്ത്യക്കാർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം 2 നൂറ്റാണ്ടോളം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കോളനിയായിരുന്നു. അവസാനം ധീരദേശാഭിമാനികളുടെ ജീവത്യാഗത്തിനും ശക്തമായ സമരത്തിനും സ്വാതന്ത്ര്യ സമരത്തിനുമൊക്കെ ഒടുവിൽ നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. 1947 ഓഗസ്റ്റ് 15 ആദ്യ സമയത്ത് തന്നെ ഇന്ത്യയുടെ പ്രഗത്ഭനായ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അറ്റ് ദ സ്ട്രോക്ക് ഓഫ് മിഡ്നൈറ്റ് ഹവർ when the world sleeps, India will awake to life and freedom, തൻ്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിലൂടെ അർദ്ധരാത്രിയുടെ മണി മുഴങ്ങുമ്പോൾ ലോകം മുഴുവൻ ഉറക്കത്തിലായിരിക്കെ ഇന്ത്യ രാജ്യം ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും എണീക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപന പ്രസംഗത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് വരെയുള്ള ഘട്ടം വൈദേശികാധിപത്യത്തിൻ്റെ കരാളഹസ്തത്തിൽ നമ്മുടെ രാജ്യം ഞെരിഞ്ഞമരുകയായിരുന്നു. അതിനുശേഷം 77 വർഷങ്ങൾ പിന്നിട്ടു. രാജ്യം ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന അവസ്ഥാവിശേഷം നമുക്ക് കാണുവാൻ സാധിക്കും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇന്നോളമുള്ള പ്രധാനമന്ത്രിമാരും മറ്റു രാഷ്ട്ര നേതാക്കന്മാരും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാം മറന്ന് പ്രവർത്തിക്കുകയും സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്തവരാണ്. ഇനിയും നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ വൻശക്തിയായി മാറേണ്ടതുണ്ട്. അതിന് നാം 140 കോടി 145 കോടി ജനങ്ങളാവുന്ന ഇന്ത്യക്കാർ ഒത്തൊരുമിച്ച് പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഭാഷ, വേഷം, സംസ്കാരം, ജാതി, മതം, ലിംഗം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തരായ ജനങ്ങൾ വ്യത്യസ്ത വിഭാഗത്തിലുള്ളവരാണ്. പക്ഷേ അവരെ എല്ലാവരെയും ഇന്ത്യക്കാർ എന്നുള്ള ഒരു മഹിതമായ ആശയമാണ് ഒന്നിപ്പിക്കുന്നത്. അതാണ് മനോഹരമായ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യയുടെ സവിശേഷത. അപ്രകാരം തന്നെ മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന ഒരു ആശയമാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ മഹിതമായൊരു ഭരണഘടനയും സംവിധാനങ്ങളുമുള്ള നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുകയാണ്. നമ്മുടെ അയൽ രാജ്യങ്ങൾ ഏകാധിപത്യത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും ഭരണപരമായ അസ്ഥിരതകളിലേക്കുമൊക്കെ വഴുതി വീണപ്പോഴും രാജ്യം ജനാധിപത്യ മതേതരത്വ ചേരിയിൽ അടിയുറച്ചു നിന്നു എന്നുള്ളതും ഇന്നും അങ്ങനെ തന്നെ പ്രക്ഷോഭിതമായി നിലനിൽക്കുന്നു എന്നും ഇനി ഈ രാജ്യം അങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ളതും ഈ രാജ്യത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ വക നൽകുന്ന വളരെയധികം സന്തോഷദായകമായ ഒരു കാര്യമാണത്. നമ്മുടെ രാജ്യം ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ 140-ലധികം കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ രാജ്യത്തെ 111ഓളം കോടി ജനങ്ങൾ യുവാക്കളാണ്, അഥവാ ജോലി ചെയ്യാൻ ശേഷിയുള്ളവരാണ്. അതിൽ 83% ആളുകൾക്കും അവരെ തൊഴിലില്ലായ്മ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ ദയനീയതയെ വിളിച്ചറിയിക്കുന്നതാണ്. അത്തരത്തിൽ വർഗീയതയും അതുപോലെ തന്നെ വിദ്വേഷ പ്രചാരണങ്ങളും അഴിമതിയും അപ്രകാരം തന്നെ സ്വജനപക്ഷപാതവും ഉൾപ്പെടെയുള്ള
രാജ്യത്തിൻ്റെ പുരോഗതിയെ പിന്നോട്ട് വലിക്കുന്ന ധാരാളം തടസ്സങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം നിൽക്കുന്നവയുണ്ടെങ്കിലും അവയെല്ലാം ഒന്നിച്ച് ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് 140 കോടി ജനതയുടെ ശക്തി ഒരുമിച്ച് രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഉയർച്ചയ്ക്കും വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ലോകത്തെ ഏറ്റവും വലിയ വൻ ശക്തിയാക്കി മാറ്റാൻ നാം പ്രതിജ്ഞയെടുക്കേണ്ടതുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സായാഹ്ന സമയം നമുക്ക് അത്തരത്തിലൊരു പ്രതിജ്ഞ പുതുക്കാം. ലോകത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന വീറ്റോ പവറുള്ള യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വമുള്ള വൻ ശക്തികളുടെ കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തെയും എത്തിക്കണം എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ്. 140 കോടി ജനങ്ങളുടെ സ്വപ്നം. ആ സ്വപ്നം നമുക്ക് ഒത്തൊരുമിച്ച് യാഥാർത്ഥ്യമാക്കാം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റാം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം, പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. ഏകോദര സഹോദരിമാരായി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ നമുക്കും സംഭാവനകൾ അർപ്പിക്കാം, പങ്കുചേരാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.